നമസ്കാരം. ബി പോസിറ്റീവിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. സംഗീതത്തിൽ ഒരുപാട് രാഗങ്ങളുണ്ട്, 72 രാഗങ്ങളുണ്ട്. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട രാഗമാണ് ഈ മോഹനം എന്ന് പറയുന്നത്. കാരണം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. കാരണം നമ്മളൊരു പാട്ട് കേട്ടിൽ അവിടെ നിന്ന് ഒന്ന് കേട്ടോണ്ടിരിക്കുന്ന നല്ല സുഖമുള്ള ഒരു രാഗമാണ് മോഹനം. മഞ്ഞണി പൂനിലാവ്, പേരാറ്റിൻ കടവിൽ, ആ പാട്ട് കേട്ടിട്ടുണ്ടോ? അത് മോഹനത്തിലാണ്. പിന്നെ മിഴിയറിയാതെ വന്നു നീ എന്നൊക്കെ നിറത്തിലെ സോങ് ഒക്കെ അതെ, ഫേമസ് സോങ് ആണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു പാട്ട് കേട്ട് നമ്മൾ അറിയാതെ അതിന്ന് കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെയാണ് ഈ മോഹനത്തിലെ പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം പ്രണയത്തിലെ പാട്ടുകൾക്കായിരിക്കും കൂടുതൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഈ മോഹനത്തിന്. തീർച്ചയായിട്ടും ശ്രീലക്ഷ്മി, നമുക്ക് പ്രണയമാണെങ്കിലും സങ്കടമാണെങ്കിലും ഒക്കെ തന്നെ സംഗീതത്തിന് മനുഷ്യനെ സ്വാധീനിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ശക്തിയുണ്ട്. കാരണം സംഗീതം എന്ന് പറയുന്നത് ഈശ്വരൻ മനുഷ്യന് കനിഞ്ഞേകിയ വരദാനങ്ങളിൽ ഒന്ന് തന്നെയാണ്. കാരണം സംഗീതത്തെക്കുറിച്ച് ശ്രീലക്ഷ്മി ഇപ്പോൾ പറഞ്ഞില്ലേ, ശാസ്ത്രീയ സംഗീതത്തെ പറ്റി പറയുമ്പോൾ അത് ചിട്ടയായ ഒരു പഠനത്തിലൂടെ നമുക്ക് സ്വായത്തമാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നിരന്തരമുള്ള ഒരു സാധകം, അത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അതൊരു വ്രതം പോലെ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശാസ്ത്രീയ സംഗീത ലോകത്ത് വളരെ നല്ല പേരെടുക്കാൻ സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ സംഗീതത്തെപ്പറ്റി പറയുമ്പോൾ ശാസ്ത്രീയ സംഗീതം മനസ്സിലാക്കണമെങ്കിൽ അത് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞ ഒരാൾക്ക് മാത്രമേ അത് നന്നായിട്ട് കേട്ടാൽ അത് നന്നായിട്ട് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം മനോധർമ്മമൊക്കെ ഉണ്ട്. ഒരു വ്യക്തിക്ക് പഠിച്ച് കീർത്തനമൊക്കെ കഴിയുമ്പോൾ മനോധർമ്മം അനുസരിച്ച് പാടാൻ സാധിക്കും, ആ ശാസ്ത്രീയ സംഗീത ലോകത്ത് വിഹരിക്കാൻ സാധിക്കും. ശരിക്കും സംഗീതത്തെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. സംഗീതം എന്ന് പറഞ്ഞാൽ പണ്ട് പ്രാചീന കാലഘട്ടത്തിൽ സവർണർക്ക് മാത്രം ഉണ്ടായിരുന്ന ഒരു ഘടകമായിരുന്നു. കാരണം താഴ്ന്ന ജാതിയിൽപ്പെട്ട ആരെങ്കിലും സംഗീതം പഠിപ്പിക്കുന്ന സ്ഥലത്ത് പോയി എന്ന് കേട്ടാൽ കാതിലേക്ക് മുരുക്കി ഒഴിക്കുക എന്ന് പറയുന്ന പ്രാചീനമായിട്ടുള്ള രീതി, ആ സമ്പ്രദായങ്ങൾ പോലും അരങ്ങേറിയ നാടാണ് നമ്മുടേത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ അതിനൊക്കെ മാറ്റം വന്നു. സംഗീതം ഇഷ്ടമുള്ളവർക്ക് സംഗീതം പഠിക്കാനുള്ള അവസരമുണ്ട്. സംഗീതം അവരവരുടെ ഇഷ്ടമനുസരിച്ച് ആസ്വദിക്കാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ സമൂഹത്തിൽ. തീർച്ചയായിട്ടും ഓരോ വ്യക്തിക്കും അവനവൻ ഇഷ്ടമുള്ള സംഗീതം ആസ്വദിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്കിന്നുണ്ട്. അതുപോലെ തന്നെ ലളിത സംഗീതത്തെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് സംഗീത ലോകത്ത് വലിയ പാണ്ഡിത്യമൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് പോലും വളരെ നന്നായിട്ട് ആസ്വദിക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് ലളിത സംഗീതം എന്ന് പറയുന്നത്. ബി പോസിറ്റീവിലെ എല്ലാ പ്രേക്ഷകർക്കും വളരെ നന്നായിട്ട് ആസ്വദിക്കാൻ സഹായിക്കട്ടെ, കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ ആദ്യ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. സംഗീത സാന്ദ്രമായ ശുഭസംഗീതം. തുമ്പികളെ തുമ്പപ്പൂങ്കാട്ടിലെ വീണകളെ, തുയിലുണരൂ തുമ്പികളെ തുമ്പപ്പൂങ്കാട്ടിലെ വീണകളെ. തിരുവോണപ്പുലരി വന്നു, തൃക്കാർക്കര നട തുറന്നു, കുരവയിട്ടു പാറി വരൂ കുരുവികളെ, കുരവയിട്ടു പാറി വരൂ കുരുവികളെ. തുയിലുണരൂ തുമ്പികളെ തുമ്പപ്പൂങ്കാട്ടിലെ വീണകളെ. മുക്കൂറ്റിപ്പൂ വിരിഞ്ഞു, 3 കോടി പൂ വിരിഞ്ഞു, മുക്കൂറ്റിപ്പൂ വിരിഞ്ഞു, 3 കോടി പൂ വിരിഞ്ഞു, തെച്ചിപ്പൂങ്കാവുകൾ തറ്റുടുത്തു, പൂന്നുള്ളാൻ തുമ്പി തുള്ളാൻ പൂവിളി കേട്ടു ഞാനാടാൻ. പുതിയ ഭാവധാരകളെ തുയിലുണരൂ തുമ്പികളെ തുമ്പപ്പൂങ്കാട്ടിലെ വീണകളെ. തുയിലുണരൂ തുമ്പികളെ തുമ്പപ്പൂങ്കാട്ടിലെ വീണകളെ. മലയാള പെൺകുടി തൻ മണവാളൻ എന്നു വരും, മലയാള പെൺകുടി തൻ മണവാളൻ എന്നു വരും, മാവേലി തമ്പുരാന്റെ തേരുവരും. മധുഗാന മഞ്ജരികൾ മലർമാരികൾ ചൊരിയുമ്പോൾ മമ മാനസഗീതികളെ തുയിലുണരൂ തുമ്പികളെ തുമ്പ
തുമ്പപ്പൂങ്കാട്ടിലെ വീണകളെ, തുയിലുണരൂ തുയിലുണരൂ തുമ്പികളെ, തുമ്പപ്പൂങ്കാട്ടിലെ വീണകളെ. തിരുവോണപ്പുലരി വന്നു, തൃക്കാർക്കര നട തുറന്നു, കുരവയിട്ടു പാറി വരൂ കുരുവികളെ, കുരവയിട്ടു പാറി വരൂ കുരുവികളെ. തുയിലുണരൂ തുയിലുണരൂ തുമ്പികളെ, തുമ്പപ്പൂങ്കാട്ടിലെ വീണകളെ, വീണകളെ, വീണകളെ. ഇന്ന് ഫെബ്രുവരി 16. ഇതേ സമയത്ത് 1944 ഇന്ത്യൻ സിനിമയിലെ പിതാവ് എന്നറിയപ്പെടുന്ന ദാദാ സാഹിബ് ഫാൽക്കെ അന്തരിച്ച ദിവസമാണ്. നമുക്ക് ഒരുപാട് അറിയാം, അനേകം സിനിമകൾ ചെയ്തിട്ടുണ്ട്. 95 സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ് രാജാ ഹരിശ്ചന്ദ്ര എന്ന് പറയുന്ന സിനിമ. കേട്ടിട്ടുണ്ടോ ഇദ്ദേഹത്തെ പറ്റി? തീർച്ചയായും ശ്രീലക്ഷ്മി. അതുപോലെ തന്നെ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട പല സംഭവങ്ങളും ഇന്ന് നടന്നിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം പറയട്ടെ. 1959 ഫിദൽ കാസ്ട്രോ ക്യൂബയുടെ ഭരണം ഏറ്റെടുത്ത വർഷം. കാരണം അദ്ദേഹം പിന്നീട് നമുക്ക് എടുത്തു പറയേണ്ട ഒരു ഭരണം നടത്തിയ ഒരു വ്യക്തിയാണ്. അതൊരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. നമുക്ക് അതിലേക്കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭരണ പരിഷ്കാരങ്ങളൊക്കെ ഓർക്കുമ്പോൾ ശരിക്കും പുളകം കൊള്ളുന്നു. ആ ഒരു അവസ്ഥയിലാണ് അദ്ദേഹം മാറിയത്. ഇതുപോലെ ചരിത്രത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരുപിടി കാര്യങ്ങൾ ഞങ്ങളുടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്ന പരിപാടിയാണ് അടുത്തത്. നമുക്ക് കാണാം ചരിത്രത്തിൽ ഇന്ന്. നമ്മുടെ ഈ ജീവിത രീതി മാറിക്കൊണ്ടിരിക്കുകയാണ്. പഴയതുപോലെയല്ല, നമുക്ക് തിരക്കേറിയ ജീവിത രീതിയാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് കേട്ടിട്ടില്ലാത്ത, നമുക്ക് പരിചയമില്ലാത്ത ഒരുപിടി രോഗങ്ങൾ കൂടി നമ്മെ പിടികൂടിയിരിക്കുന്നു എന്ന് എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്. ശരിക്കും രോഗങ്ങൾ പിടികൂടുമ്പോഴാണ് നമുക്ക് എന്താണ് ഇനി അതിന് എന്തു ചെയ്യണം എന്നൊക്കെക്കുറിച്ച് ആലോചിച്ച് ശരിക്കും നമ്മൾ മാനസികമായിട്ട് പോലും തകരാറിലാകും. ഈ ഒരു അവസരത്തിൽ നല്ലൊരു ഡോക്ടറിൻ്റെ പരിചരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ രോഗം ഫലപ്രദമായിട്ട് കണ്ടുപിടിച്ച് ചികിത്സിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട, ഞങ്ങളൊക്കെ ഞെട്ടലോടുകൂടി പത്രത്തിലും ന്യൂസിലും ഒക്കെ വായിച്ച് കണ്ട് ഞെട്ടലോടുകൂടി തിരിച്ചറിഞ്ഞ ഒരു രോഗമാണ് സിക്ക വൈറസ്. ഗർഭിണികളെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു രോഗമാണിത്. കാരണം കുട്ടികളുടെയും അമ്മമാരിലൂടെ കുട്ടികൾക്ക് പോലും എത്തുന്ന ഈ രോഗത്തെപ്പറ്റി വൈദ്യശാസ്ത്രം പോലും വളരെ ഭയത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. എന്തായാലും ബി പോസിറ്റീവിൻ്റെ പ്രേക്ഷകർ പേടിക്കേണ്ട. നമുക്ക് ആ രോഗത്തെപ്പറ്റി വളരെ വിശദമായിട്ട് പറഞ്ഞു തരാൻ, മനസ്സിലാക്കി തരാൻ നമുക്ക് ഇവർക്കും പ്രിയങ്കരനായ ഡോക്ടർ മാർത്താണ്ഡപിള്ള സർ കാത്തിരിക്കുകയാണ്. നമുക്ക് കാണാം ഫാമിലി ഡോക്ടർ. ഫാമിലി ഡോക്ടർ പരിപാടിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. കഴിഞ്ഞ പരിപാടിയിൽ സിക്ക വൈറസ് അണുബാധയെപ്പറ്റി പറഞ്ഞായിരുന്നല്ലോ. അതൊരു പൊതുജനാരോഗ്യ പ്രശ്നമായിട്ട്, അന്തർദേശീയമായിട്ട് തന്നെ ഒരു പൊതുജനാരോഗ്യ പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകാരോഗ്യ സംഘടന പൊതുവേ തീരുമാനങ്ങളെടുക്കാൻ വൈകുന്നതാണെങ്കിൽ പോലും ഇതിനെ സംബന്ധിച്ചോളം ഉടനെ തന്നെ തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇത് ഒരു സാംക്രമിക രോഗമാണെന്നും അതിനുവേണ്ട പ്രതിരോധ നടപടികൾ സ്വീകരിച്ചേ പറ്റൂ എന്നുള്ള നിർദ്ദേശം ലോകാരോഗ്യ സംഘടന തന്നെ നൽകിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് ലഭ്യമല്ലായിരുന്നു. ഇപ്പോൾ കുറേ കൂടെ ആ രോഗത്തെപ്പറ്റിയുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടെന്ന്. സിക്ക വൈറസ് ബ്രസീലിൽ, സെൻട്രൽ അമേരിക്ക, സൗത്ത് അമേരിക്ക ഈ ഭാഗങ്ങളെയാണ് ബാധിച്ചിരിക്കുന്നത്. 25 രാജ്യങ്ങളെ ബാധിച്ചിട്ടുണ്ട് അമേരിക്കാസിൽ. നോർത്ത് അമേരിക്കയിൽ തന്നെ ഒരു പരിധിവരെ ഈ രോഗം പടർന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ലോകാരോഗ്യ സംഘടന നമ്മളെ അറിയിക്കുന്നത്. അപ്പോൾ ബ്രസീലിലാണ് ഈ രോഗം ഒരു വർഷത്തിന് മുമ്പേ അത് തുടങ്ങിയത്. പക്ഷേ ബ്രസീലിൽ തുടങ്ങിയ രോഗമാണെങ്കിൽ പോലും ഈ അണുക്കൾ ഉത്ഭവിക്കുന്നത് ഉഗാണ്ടയിലുള്ള സിക്ക എന്നുള്ള പ്രദേശത്തിൽ നിന്നാണ്. പൊതുവേ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മൃഗങ്ങളും മനുഷ്യരുമായിട്ടുള്ള ബന്ധം, പരിചരണം ഇതുപോലുള്ളതൊക്കെ കൂടുതലായതുകൊണ്ട് പല പുതിയ വൈറസ് രോഗങ്ങളും മിക്കവാറും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് തന്നെയാണ്, പ്രത്യേകിച്ചും മൃഗങ്ങളിൽ നിന്നാണ് മനുഷ്യരിലേക്ക് വ്യാപിക്കുന്നത്. ചിക്കൻ ഗുനിയാണെങ്കിലും ഡെങ്കിപ്പനിയാണെങ്കിലും എയ്ഡ്സ് രോഗമാണെങ്കിലും എല്ലാം തന്നെ അവിടെ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സിക്ക വൈറസും ഉഗാണ്ടയിലെ സിക്ക എന്നുള്ള പ്രദേശത്തിൽ നിന്ന് മൃഗങ്ങളിൽ നിന്നാണ് മനുഷ്യരിലേക്ക് അത് വ്യാപിച്ചിരിക്കുന്നത്. അവിടെയാണ് വ്യാപിച്ചെങ്കിൽ പോലും ആ രോഗം
ബ്രസീലിലാണ് ഏറ്റവും കൂടുതൽ കണ്ടു തുടങ്ങിയത്. ഇത് പ്രധാനമായിട്ടും ഞരമ്പുകളെ ബാധിക്കുന്ന ഒരു രോഗമാണ്. ഇതിൻ്റെ വേറൊരു വിശേഷത, ഇതിന് വലുതായിട്ടുള്ള ലക്ഷണങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ്. ഡെങ്കിപ്പനിയും ചിക്കൻ ഗുനിയയും പോലെയുള്ള രോഗമാണെങ്കിൽ പോലും അവിടെയൊക്കെ കടുത്ത ശരീരവേദന, നീണ്ടു നിൽക്കുന്ന പനി, ദേഹത്ത് ചില പുള്ളികളൊക്കെ വീഴുന്നു, ഹൃദയത്തെ ബാധിക്കാം, ഇങ്ങനെയൊക്കെ വളരെ ഗൗരവമായിട്ടുള്ള രോഗലക്ഷണങ്ങൾ കാണാറുണ്ടെങ്കിൽ പോലും ഈ സിക്ക വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ വളരെ വളരെ കുറവാണ്. ഈ ചിക്കൻ ഗുനിയ പോലെ അല്ലെങ്കിൽ ഡെങ്കിപ്പനി പോലെ ശരീരവേദനയും പനിയും പിന്നെ ദേഹത്ത് തന്നെ ചെറിയ പാടുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും, ചുവന്ന കണ്ണ്, ചെങ്കണ്ണുണ്ടാകുന്നെങ്കിൽ പോലും ഇത് ഏകദേശം 20% ആളുകളിലെ, ഈ രോഗം ബാധിച്ച 20% ആളുകളെ ഈ ചെറിയ രോഗലക്ഷണം പോലും കാണാറുള്ളൂ. 80% ആളുകളിൽ ഒരു രോഗലക്ഷണം ഇല്ലാതെ തന്നെ ഈ വൈറസ് ശരീരത്തിൽ കടന്നുകൂടുന്നു എന്നുള്ളതാണ്. ഒരിക്കൽ നമ്മുടെ ശരീരത്തിൽ കടന്നുകൂടിയാൽ ഈ കൊതുക് കടി കൊണ്ട് മൂലം ഈ രോഗം മറ്റുള്ളവരിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് പ്രധാനമായിട്ടും ബാധിക്കുന്നത് ഗർഭിണികളെയാണ്. അപ്പോൾ ഗർഭിണികളെ ബാധിച്ചു കഴിഞ്ഞാൽ ജനിക്കുമ്പോൾ തന്നെ കുട്ടികൾ വൈകല്യത്തോടുകൂടി, പ്രത്യേകിച്ചും തലച്ചോറിനെ ബാധിക്കുന്ന വൈകല്യത്തോടുകൂടി ജനിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ വളരെ ചെറിയ തല, അതുകൊണ്ട് തന്നെ തലച്ചോറിൻ്റെ വളർച്ച കുറയുന്നതുകൊണ്ട് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ക്രമേണ അത് വർദ്ധിച്ച് മന്ദബുദ്ധിയുള്ള കുട്ടികൾ കൂടുതലുണ്ടാകാനുള്ള സാധ്യത, വളരെ ചെറിയ തലയും മന്ദബുദ്ധിയുമായിട്ടുള്ള കുട്ടികൾ കൂടുതലുണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഈ രോഗം ഗർഭിണികളിൽ വരാതിരിക്കാനാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വന്നു കഴിഞ്ഞാൽ രോഗലക്ഷണങ്ങളിൽ ഇല്ലെങ്കിൽ പോലും അവർക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് ഞരമ്പിനെ ബാധിക്കുന്ന വൈകല്യങ്ങൾ കൂടുതലുണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ പ്രായമായവരിൽ ഈ രോഗം ബാധിക്കുകയാണെങ്കിൽ അവരിൽ പോലും ക്രമേണ തളരുന്ന ഒരു രോഗം, ഞരമ്പുകൾ തളരുന്ന ഒരു രോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഗിലിയൻ ബാരി സിൻഡ്രോം എന്നൊക്കെ നമ്മൾ പറയുന്ന ആ രോഗം, കാലിൽ നിന്ന് മുകളിലേക്ക് ബലക്ഷയം ഉണ്ടാകുന്നു, ശ്വാസോച്ഛ്വാസം തന്നെ വിടാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു. അതുപോലുള്ള രോഗങ്ങൾ പ്രായമായവരിലും കണ്ടുവരാറുണ്ട്. പക്ഷേ കൂടുതലും ഈ രോഗം ബാധിക്കുന്നത് ഗർഭസ്ഥ ശിശുവിനെയാണ്. അപ്പോൾ ഗർഭിണികൾ ഈ വൈറസ് ബാധ ഉണ്ടായാൽ തീർച്ചയായിട്ടും ചെറിയ തലച്ചോറ്, ചെറിയ തലയുള്ള കുട്ടികൾ കൂടുതൽ ജനിക്കുന്നു, മന്ന ബുദ്ധിയുള്ള കുട്ടികൾ കൂടുതൽ, അത് തീർച്ചയായിട്ടും നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. ഇത് എയ്ഡ്സ് കൊതുക് വഴിയാണിത് പകരുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ എയ്ഡ്സ് കൊതുക് വളരെയേറെ ഉണ്ട്. ഈ ചിക്കൻ ഗുനിയ ആണെങ്കിൽ പോലും ഡെങ്കിപ്പനിയും നമ്മളീ കാണുന്ന ജപ്പാൻ ജ്വരം പോലും എയ്ഡ്സ് കൊതുക് വഴിയാണ് പകരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കൂടെ ഇപ്പോൾ ഒന്നുകൂടെ നമ്മൾ ചേർക്കുകയാണ് സിക്ക വൈറസ് രോഗം. ഈ കൊതുകുകളുടെ പ്രത്യേകത, ഈ കൊതുക് പകൽ സമയത്താണ് ആളുകളെ കടിക്കുന്നത്. അതും മിക്കവാറും കാലിന്, മുട്ടിന് കീഴെ ആണ് മിക്കവാറും ഈ കൊതുക് കടിക്കുന്നത്. അപ്പോൾ പകൽ പോലും സാധാരണ നമ്മൾ കൊതുക് കടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് രാത്രി പ്രതിരോധ നടപടി എടുക്കാറുണ്ട്. പക്ഷേ ഇത് പകൽ കടിക്കുന്ന കൊതുകായതുകൊണ്ട് കുറേ കൂടെ ബുദ്ധിമുട്ടാണ് പ്രതിരോധ നടപടി എടുക്കാൻ. അപ്പോൾ കാലിൽ കടിക്കുന്ന കൊതുകായതുകൊണ്ട് നമ്മുടെ വസ്ത്രങ്ങൾ, കാല് വരെ നീണ്ട വസ്ത്രങ്ങൾ അല്ലെങ്കിൽ കൈ മുഴുവനും മൂടിയ വസ്ത്രങ്ങൾ ധരിക്കുകയാണെങ്കിൽ കൊതുക് കടി ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ പൊതുവേ മുൻകരുതൽ എന്ന് പറയുന്നത്, ഇതുപോലുള്ള രാജ്യങ്ങളിൽ പോകുന്ന വ്യക്തികൾ, പ്രത്യേകിച്ചും ഗർഭിണികൾ പോയി കഴിഞ്ഞാൽ ആദ്യത്തെ 2 ആഴ്ചക്കകം അവർക്ക് പനി വരാം. പക്ഷേ 80% ആളുകൾ പനി തന്നെ നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഇതുപോലുള്ള രാജ്യങ്ങളിൽ പോയി വരുന്ന വ്യക്തികൾ, പ്രത്യേകിച്ചും ഗർഭിണികൾ, അവരെ രക്തത്തിൽ ഈ അണുബാധ ഉണ്ടോ എന്ന് അറിയാനും പൂനെയിലും ഡൽഹിയും ആസ്പദമാക്കി പ്രവർത്തിക്കുന്ന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. അപ്പോൾ അവിടെ രക്തം അയച്ച് ഈ രോഗം ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കഴിയുന്നിടത്തോളം ഇതുപോലുള്ള രാജ്യങ്ങളിൽ പോകാതിരിക്കുന്നതാണ് നല്ലത്. ബ്രസീലിൽ തന്നെ ഒരു വർഷത്തിനകത്ത് 4000-ൽ പരം ഇതുപോലെയുള്ള ചെറിയ തലയുള്ള കുട്ടികൾ ജനിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് കാണുന്നത്. ഇത് രോഗം ബാധിച്ചിട്ട പല രാജ്യങ്ങളിലും ഒരു 2 വർഷത്തേക്കെങ്കിലും ഗർഭധാനം പാടില്ലെന്ന് തന്നെ അവർ നിർക്കഷിച്ച് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അത്രയും ഗൗരവമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. നമ്മുടെ നാട്ടിൽ ഇത് പകർന്നിട്ടില്ല. പക്ഷേ പണ്ടത്തെ കാലം പോലെയല്ല. ഇപ്പോൾ ഏത് രാജ്യത്തിലുള്ള രോഗങ്ങളും
ആഴ്ചയ്ക്കകം അല്ലെങ്കിൽ മാസത്തിനകം എല്ലാ രാജ്യങ്ങളിലേക്കും പകരാനുള്ള സാധ്യത കൂടുതലുണ്ട്. വളരെയേറെ ആളുകൾ സഞ്ചരിക്കുന്ന ഒരു സ്ഥിതിയിൽ ഈ രോഗം പെട്ടെന്ന് നമ്മുടെ നാട്ടിലും പകരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിൽ ഇത് പകരാനുള്ള എല്ലാ സാധ്യതകളും വളരെ കൂടുതലായിരിക്കും. കേരളത്തിൽ നിന്നാണ് ഏറെ പേര് ഈ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. അതുമാത്രമല്ല, എയ്ഡ്സ് കൊതുക് കേരളത്തിൽ വളരെ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു കൊതുകാണ്. അത് പ്രത്യേകിച്ചും താപനില കൂടിയ അന്തരീക്ഷത്തിലാണ് വളരുന്നത്. 50 ഡിഗ്രിക്ക് മുകളിലുള്ള താപനില എത്തിക്കഴിഞ്ഞാൽ, നമ്മൾ ഏകദേശം ഇപ്പോൾ ചൂട് കാലത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 50 ഡിഗ്രി കൂടുതൽ താപനില ഉണ്ടെങ്കിൽ ഈ കൊതുകുകൾ പൊരുകാനും അത് മുട്ടയിടാനും കൂടുതൽ കൊതുകുകൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കൊതുക് നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് വളരെ ആവശ്യമായിട്ടുള്ള ഒന്നായിട്ട് ഇപ്പോൾ കൂടുതൽ ആവശ്യമുള്ള ഒന്നായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മൾ പണ്ട് തന്നെ ഡെങ്കിപ്പനിയും ചിക്കൻ ഗുനിയയും ഇതുപോലുള്ള പനികൾ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഡ്രൈ ഡേ എന്ന് വെച്ചാൽ ഈ വെള്ളം കെട്ടി നിൽക്കുന്ന വെള്ളങ്ങൾ മാറ്റാനുള്ള ഒരു ദിവസമാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അത് കുറേ കൂടെ കർശനമായിട്ട് ശക്തമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഒരു സോഡാ ബാട്ടിലിൻ്റെ അടപ്പ്, അതിൽ തന്നെ ഈ കൊതുകുകൾ വളരാനുള്ള സാധ്യതയുണ്ട്. പൊട്ടിക്കിടക്കുന്ന കുപ്പികൾ, അതല്ലെങ്കിൽ ചിരട്ട, അല്ലെങ്കിൽ നമ്മൾ ചെടി നടുന്നു, അതിന് താഴെ വെള്ളം ഒഴുകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റുകൾ വയ്ക്കുന്നു. അതിൽ ഒരു കുറച്ച് വെള്ളം മാത്രം ഉണ്ടെങ്കിൽ പോലും ഈ കൊതുകുകൾ അതിൽ വളരാനും മനുഷ്യരെ കടിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുക. ഈ കെട്ടി നിൽക്കുന്ന ശുദ്ധജലം, അതിലാണ് എയ്ഡ്സ് മസ്കിറ്റോ, എയ്ഡ്സ് കൊതുക് കൂടുതൽ വളരുന്നത്. അതിനുള്ള സാധ്യത കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള റബ്ബർ കൃഷിയുള്ള ഭാഗങ്ങളിലുള്ള ആ ചിരട്ടയിൽ പോലും കുറച്ച് വെള്ളം കെട്ടി നിന്നാൽ അതിൽ തന്നെ കൊതുക് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചിരട്ട കമത്തി വയ്ക്കുക. വീടും പരിസരത്തിലുള്ള ചിരട്ടകൾ, കുപ്പി, അടപ്പ് ഇതുപോലുള്ള കമത്തി വയ്ക്കുകയോ അത് മാറ്റുകയോ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്, കൊതുക് കടി വരാതിരിക്കാനും കൊതുക് വളരാതിരിക്കാനും. പിന്നെ വീട്ടിന് ചുറ്റുമുള്ള കുറ്റിക്കാടുകൾ, ഇവിടെയാണ് ഈ കൊതുക് സാധാരണ കാണുന്നത്. ഈ കൊതുകിൻ്റെ പ്രത്യേകത, ഇതിനധികം ദൂരം പറക്കാൻ പറ്റാത്ത കൊതുകാണ്. ഒരു 300 തൊട്ട് 600 അടി വരെ ഈ കൊതുകൾക്ക് പറക്കാൻ സാധിക്കും. അപ്പോൾ വീട്ടിന് വളരെ അടുത്തേ ഇതിന് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വീട്ടിന് ചുറ്റുമുള്ള കുറ്റിക്കാടുകൾ ഇത് മുഴുവനും വെട്ടിക്കളയുക. നമ്മുടെ വീട്ടിനകത്ത് തന്നെ ഗാർഡനും ബാക്കി ഉണ്ടെങ്കിൽ പോലും അത് പ്രോപ്പറായിട്ട് അത് വെട്ടി അത് വളരെ വലുതാകാതെയും അതിൽ കൊതുക് താമസിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുക. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കൊതുകിന് വേണ്ടിയിട്ടുള്ള കീടനാശിനി പോലും ഈ കൊതുകുകളിൽ അത് അത്രയും ഫലപ്രദമായിരിക്കില്ല. കാരണം ഇത് അധികം ദൂരം പറന്നു ചെല്ലാത്തതുകൊണ്ട് ഇതിനെ നശിപ്പിക്കാനും പിന്നെയും ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കിയത് വഴി മാത്രമേ ഈ കൊതുകിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. ഈ പുതിയ രോഗം നമ്മളിലേക്ക് കടന്നു വരാതെ നോക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ജീവിതം എന്ന് പറയുന്നത് തന്നെ വലിയൊരു പരീക്ഷയാണ്, പരീക്ഷണശാലയാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മതി നമ്മുടെ മനസ്സ് നമ്മുടെ കൈവിട്ട് ചാഞ്ചാടാൻ തുടങ്ങും. ആ ഒരു അവസരത്തിൽ മനസ്സിന് ഒരു സമചിത്തത, ഒരു ശാന്തി കൈവരുത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ശരിക്കും ഞാൻ പറയുകയാണ്, നമുക്ക് സാധിക്കാത്തതായിട്ട് ഒന്നും തന്നെയില്ല. എന്നോട് ആരെങ്കിലും ഒരു സമുദ്രജലം കുടിക്കാമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും കുടിക്കാം. പക്ഷേ അതിന് നിങ്ങൾ കുറച്ച് കാലതാമസം, കുറച്ച് വെയിറ്റ് ചെയ്യാനുള്ള ഒരു മനോഭാവം നിങ്ങൾ കാണിക്കണമെന്ന്. കാരണം സമുദ്രജലം നമുക്ക് കുടിക്കാൻ സാധിക്കും. എങ്ങനെയാണ്? സമുദ്രജലം ചൂടേറ്റ് നീരാവിയായി മുകളിലേക്ക് പോയി കാർമേഘമായി മഴത്തുള്ളിയായി താഴോട്ട് വരുമ്പോൾ അത് നമുക്ക് കുടിവെള്ളമായിട്ട് അനുഭവവേദ്യമാകുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മാറും എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജീവിതം വിജയത്തിലെത്തിക്കാൻ സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ ജീവിത പ്രശ്നങ്ങളെക്കുറിച്ചും നമ്മൾ എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ചൊക്കെ വളരെ നന്നായിട്ട് നമുക്ക് പറഞ്ഞുതരാൻ നമുക്ക് ഇവർക്കും പ്രിയപ്പെട്ട പ്രവീൺ പരമേശ്വർ കാത്തിരിക്കുകയാണ്. നമുക്ക് കാണാം വഴിത്തിരിവ്. ഇന്ന് നമുക്ക് ആൽബർട്ടിൻ്റെ ജീവിതത്തിലെ ഒരേട് നോക്കാം. ആൽബർട്ടിനൊരു പുതിയ ജോലി കിട്ടി. ക്ലീനിങ് എക്യുപ്മെൻറ്റ്സ് വിൽക്കുന്ന കമ്പനിയിൽ സെയിൽസ്മാൻ ആയിട്ടാണ് ജോലി. പക്ഷേ അത്ര എളുപ്പമുള്ള ജോലിയല്ല. കാരണം സ്ട്രീറ്റുകളിലൂടെ നടന്ന് വീടാന്തരം പോയി ഓരോ വീട്ടിലെയും ആൾക്കാർക്ക് മുന്നിൽ ക്ലീനിങ് എക്യുപ്മെൻറ്റ്സ് പ്രദർശിപ്പിച്ച് അത് വിൽക്കുക, ഇതാണ് അദ്ദേഹത്തിൻ്റെ ജോലി. ഓഫീസിലേക്കെത്തി ട്രെയിനിങ് എല്ലാം കഴിഞ്ഞു. ഏതാണ്ട് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ് ആണ്. എങ്ങനെയാണ് ഈ എക്യുപ്മെൻറ്റ് പ്രവർത്തിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് കസ്റ്റമേഴ്സിനോട് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് അവരെ കൺവീൻസ് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചെല്ലാമുള്ള സെയിൽസ് ട്രെയിനിങ് എല്ലാം കഴിഞ്ഞു. അതിനുശേഷം ആൽബർട്ട് തൻ്റെ 1-ാം ദിവസം സ്ട്രീറ്റിലേക്ക് ഇറങ്ങി.
ആദ്യത്തെ വീട്ടിലേക്ക് പോയി നോക്ക് ചെയ്തു. ആരും വീട് തുറന്നു പോലുമില്ല. രണ്ടാമത്തെ വീട്ടിലേക്ക് പോയി, അവിടെയും ആരും വീട് തുറന്നില്ല. മൂന്നാമത്തെ വീട്ടിൽ പോയി, റിജക്റ്റ് ചെയ്യപ്പെട്ടു. നാലാമത്തെ വീട്ടിൽ പോയി, അവിടെ നിന്നും റിജക്റ്റ് ചെയ്യപ്പെട്ടു. അഞ്ചാമത്തെയും ആറാമത്തെയും വീടുകളിൽ പ്രസൻറ്റേഷൻ അവർ സമ്മതിച്ചു എന്നിരുന്നാൽ കൂടെ അവരാരും തന്നെ ആ പ്രൊഡക്റ്റ് വാങ്ങിയില്ല. അങ്ങനെ ഏതാണ്ട് 8 വീടുകളിൽ നിന്നും കണ്ടിന്യൂവസ് ആയിട്ട് റിജക്ഷൻ കിട്ടിയപ്പോൾ, കണ്ടിന്യൂവസ് ആയി പരാജയങ്ങൾ നേരിട്ടപ്പോൾ ആൽബർട്ട് തൻ്റെ മാനേജറുടെ അടുത്തേക്ക് തിരിച്ചെത്തി. വളരെ ദുഃഖത്തോടുകൂടെ, വിഷണ്ണനായിട്ട്, ഡീമോട്ടിവേറ്റഡ് ആയിട്ട് ആൽബർട്ട് മാനേജറോട് പറഞ്ഞു, സർ, ഈ പണി എനിക്ക് പറ്റുന്നതാണെന്ന് തോന്നുന്നില്ല, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 8 വീടുകളിൽ പോയിട്ട് 8 അടുത്ത് നിന്നും റിജക്ഷനും പരാജയവും മാത്രമാണ് എനിക്ക് കിട്ടിയത്. അപ്പം മാനേജർ പറഞ്ഞു, ആൽബർട്ട് വിഷമിക്കണ്ട, ഞാനൊരു ഇതിനൊരു പ്രതിവിധി ഞാൻ പറഞ്ഞു തരാം. പക്ഷേ ആ പ്രതിവിധി പറഞ്ഞു തരുന്നതിന് മുമ്പ് ഒരു ചെറിയ കണ്ടീഷൻ കൂടെ ഉണ്ട്. നിങ്ങൾ വീണ്ടും സ്ട്രീറ്റിലേക്ക് പോവുക, നിരന്തരം വീടുകൾ കയറുക. എപ്പോഴാണോ 13ാമത്തെ കസ്റ്റമർ നിങ്ങളെ റിജക്റ്റ് ചെയ്യുന്നത്, എപ്പോഴാണോ കണ്ടിന്യൂവസ് ആയി 13ാമത്തെ കസ്റ്റമർ നിങ്ങളെ റിജക്റ്റ് ചെയ്യുന്നത്, അപ്പോൾ ആൽബർട്ട് എൻ്റെ അടുത്തേക്ക് വരൂ, എങ്ങനെ ഞാൻ അവരെ ക്രാക്ക് ചെയ്യണമെന്നുള്ളതിൻ്റെ ഈസി മെത്തേഡ് പറഞ്ഞു തരാം. ആൽബർട്ട് തിരിച്ച് സ്ട്രീറ്റിലേക്ക് പോയി. 1ാമത്തെ വീട്ടിൽ കയറി, റിജക്ഷൻ. 2, 3, 4, 5 അങ്ങനെ 10 വീടുകൾ കയറിയപ്പോഴും റിജക്ഷൻ. പക്ഷെ 11ാമത്തെ വീട്ടിലെ കസ്റ്റമർ ആൽബർട്ടിൽ നിന്നും ആ പ്രൊഡക്റ്റ് വാങ്ങിച്ചു. വീണ്ടും ആൽബർട്ട് 1 എണ്ണാൻ തുടങ്ങി. 1, 2, 11 പേരും റിജക്റ്റ് ചെയ്തു. പക്ഷെ 12ാമത്തെ വീട്ടിലെ കസ്റ്റമർ ആൽബർട്ടിൽ നിന്ന് വീണ്ടും പ്രൊഡക്റ്റ് വാങ്ങിച്ചു. ആൽബർട്ട് വീണ്ടും 1 എണ്ണാൻ തുടങ്ങി. 1, 2, 3, 4, 5ാമത്തെ വീട്ടിലെ കസ്റ്റമർ വീണ്ടും വാങ്ങിച്ചു. സത്യത്തിൽ ഇപ്പോൾ ആൽബർട്ടിന് യഥാർത്ഥത്തിൽ പരാജയപ്പെടണമെന്നുള്ള ആഗ്രഹം തോന്നി തുടങ്ങി. കാരണം എങ്ങനെയെങ്കിലും 13ാമത്തെ കസ്റ്റമർ, കണ്ടിന്യൂവസ് ആയി 13ാമത്തെ കസ്റ്റമർ തന്നെ റിജക്റ്റ് ചെയ്താൽ തിരിച്ചുപോയി മാനേജറിൽ നിന്നും ഈസി മെത്തേഡ് എന്താണെന്ന് പഠിക്കാം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും റിജക്റ്റ് ചെയ്യണേ എന്ന് പറഞ്ഞ് ആൽബർട്ട് പ്രസന്റ് ചെയ്ത് നോക്കിയെങ്കിലും ഒരു പ്രാവശ്യം പോലും നിരന്തരമായ കണ്ടിന്യൂവസ് ആയ 13ാമത്തെ റിജക്ഷൻ ആൽബർട്ടിന് കിട്ടിയില്ല. ഏതാണ്ട് 3 വർഷത്തോളം ആൽബർട്ട് കണ്ടിന്യൂവസ് ആയിട്ട് സ്ട്രീറ്റുകളിലൂടെ നടന്നു, കണ്ടിന്യൂവസ് ആയിട്ട് പ്രൊഡക്റ്റുകൾ വിറ്റു. ലക്ഷക്കണക്കിന് രൂപയുടെ ഇൻസെൻറ്റീവായി മാത്രം അദ്ദേഹത്തിന് കിട്ടി. ആൽബർട്ട് ധനികനായി മാറി. അപ്പോഴും 13ാമത്തെ കസ്റ്റമർ കണ്ടിന്യൂവസ് ആയി റിജക്റ്റ് ചെയ്യാത്തതുകൊണ്ട് ആൽബർട്ടിന് മാനേജറുടെ അടുത്തേക്ക് പോകുവാൻ കഴിഞ്ഞില്ല. ഒരു പ്രാവശ്യം പോലും ആൽബർട്ടിൻ്റെ കരിയറിൽ തിരിച്ച് മാനേജറുടെ അടുത്തേക്ക് പോകേണ്ടി വന്നില്ല. ഏതാണ്ട് 20 വർഷത്തോളം കരിയർ നീണ്ടു നിന്നു. ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു സെയിൽസ്മാൻ ആയിട്ട് ആൽബർട്ട് മാറി. അമേരിക്കയിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന സെയിൽസ്മാൻ ആയിട്ട് ആൽബർട്ട് മാറി. പക്ഷേ ഒരു പ്രാവശ്യം പോലും തന്നെ മാനേജറുടെ അടുത്തേക്ക് തനിക്ക് തിരിച്ചു പോകേണ്ടി വന്നില്ല. ഇവിടുന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആ 8ാമത്തെ പരാജയത്തിൽ പിൻവാങ്ങി ആൽബർട്ട് വീട്ടിലേക്ക് പോയിരുന്നുവെങ്കിൽ, അതല്ലെങ്കിൽ അടുത്ത് നടന്ന ഏതെങ്കിലും പരാജയത്തിൽ പിൻവാങ്ങി വീട്ടിലേക്ക് പോയിരുന്നുവെങ്കിൽ ഇന്ന് ആരാരും അറിയപ്പെടാത്ത ഒരു വ്യക്തിയായി ആൽബർട്ട് മാറുമായിരുന്നു. ജീവിതത്തിൽ ഒരിടത്തും എത്താത്ത ഒരു വ്യക്തിയായി ആൽബർട്ട് മാറുമായിരുന്നു. എന്നാൽ അവിടെ എന്ത് സംഭവിച്ചു? പരാജയങ്ങളെല്ലാം ഓരോ ഇൻസിഡൻ്റായി മാത്രം കാണുവാനും അതിനപ്പുറത്തേക്ക് വിജയം നമുക്ക് വേണ്ടി ഒളിച്ചിരിക്കുന്നുണ്ട്, അതിലേക്ക് നമ്മൾ നടന്നെത്തണം എന്നുള്ള ചിന്തയോടുകൂടെ മുന്നോട്ട് പോകുവാനാണ് ആൽബർട്ടിന് കഴിഞ്ഞത്. ഇത് ആൽബർട്ടിൻ്റെ മാത്രം ജീവിതമല്ല. ഒരു കൂട്ടം ചെറുപ്പക്കാർ അമേരിക്കയിലെ ഡെക്ക മ്യൂസിയം ഇറക്കി വിടപ്പെട്ടു, അവരുടെ ശബ്ദം ശരിയല്ലെന്ന് പറഞ്ഞിട്ട്. പിന്നെ ലോകം അവരെ കണ്ടത് ബീറ്റിൽസ് എന്ന ലോകപ്രശസ്ത മ്യൂസിക് ബാൻഡായിട്ടാണ്. ഒരു ചെറുപ്പക്കാരനെ ക്രിയേറ്റിവിറ്റി പോരാ എന്ന് പറഞ്ഞ് ഒരു മാഗസിനിൽ തരം താഴ്ത്തി. ആ ചെറുപ്പക്കാരനെ പിന്നെ ലോകം അറിഞ്ഞത് മിക്കി മൗസിനെ സൃഷ്ടിച്ച വാൾട്ട് ഡിസ്നി ആയിട്ടാണ്. ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് സ്കൂൾ തലത്തിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ വളർച്ച പോരാ, ഹോർമോണൽ ഡെഫിഷ്യൻസി ആണെന്ന് പറഞ്ഞ് സ്കൂൾ ഫുട്ബോൾ ടീമിൽ നിന്ന് പുറത്താക്കി. അദ്ദേഹത്തിന് ഇന്ന് ലോകം അറിയുന്നത് മെസ്സി എന്ന പേരിലാണ്. നിരന്തരമായി 8ഓളം ഇലക്ഷനുകളിൽ പരാജയപ്പെടുകയും 2 പ്രാവശ്യം ബാങ്ക്രപ്റ്റ് ആവുകയും ജീവിതത്തിൽ നിരന്തരം ഒരുപാട് പരാജയങ്ങൾ നേരിടുകയും ചെയ്ത വ്യക്തി. ഒരൊറ്റ പ്രാവശ്യം മാത്രമേ അദ്ദേഹം വിജയിച്ചുള്ളൂ. പക്ഷേ ലോകം അദ്ദേഹത്തിന് അറിയുന്നത് അബ്രഹാം ലിങ്കൻ എന്ന പേരിലാണ്. ഇത്തരത്തിൽ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകും. ആ പരാജയങ്ങളെയെല്ലാം ഒരു ഇൻസിഡൻ്റായി മാത്രം, ജീവിതത്തിൽ ഒരു സംഭവമായി മാത്രം. എന്നാൽ ഇനിയും അതിനപ്പുറത്ത് വിജയം ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടെ, ഉറപ്പോടുകൂടെ, പോസിറ്റിവിറ്റിയോടുകൂടെ ജീവിതത്തിൽ മുന്നേറാൻ നമുക്ക് കഴിഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും വിജയം തീർത്തും സാധ്യമായിട്ടുള്ള, പ്രാപ്യമായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. ഇന്നത്തെ എല്ലാ വിഭവങ്ങളും നിങ്ങൾക്ക് ഒരുപോലെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സംഗീതവും ചരിത്രത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും വിവരങ്ങളും പിന്നെ പ്രവീൺ പരമേശ്വരൻ്റെ വഴിത്തിരിവും എല്ലാം നിങ്ങൾക്ക് ഒരുപോലെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ പ്രോത്സാഹനമാണ് നമ്മളുടെ ഈ പ്രോഗ്രാമിൻ്റെ പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം ബി പോസിറ്റീവ്, പനോരമ മീഡിയ, ചട്ടികുളങ്ങര, തിരുവനന്തപുരം 1. ഞങ്ങളുടെ ഫോൺ നമ്പർ 0471246660. ഇമെയിൽ panorama.tvmedia@gmail.com. ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കാൻ പോകുമ്പോൾ പതിവുപോലെ തന്നെ ഞങ്ങളൊരു ചിന്ത ഞങ്ങളുടെ പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് നൽകുകയാണ്.
നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് ഒരു ക്യാമറ പോലെയാണ്. മനസ്സ് എന്ന് പറയുന്നത് ഒരു ലെൻസും. നമ്മുടെ മനസ്സാകുന്ന ലെൻസ് ഭൗതിക സുഖങ്ങളിലേക്ക് തിരിയുകയാണെങ്കിൽ അവിടെ പതിയുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത് വിചാരങ്ങളും ചിന്തകളും ഒക്കെ തന്നെ വേറെ തരത്തിലായിരിക്കും. എന്നാൽ നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടെങ്കിൽ, ഹൃദയശുദ്ധിയോടുകൂടി ഇരിക്കുകയാണെങ്കിൽ നല്ല നല്ല സത്ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാകും. അതുണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നന്ദി, നമസ്കാരം.